സമീപ കാലഘട്ടത്തിൽ കേരളത്തിൽ വിശേഷിച്ചും ഹൈന്ദവ ജാഗരണ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സ്വത്വത്തെ ഓർമ്മിപ്പിക്കുന്നതിന്, തട്ടിയുണർത്തുന്നതിന് ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃസ്ഥാനത്ത് വ്യക്തമായ ദിശാബോധം നൽകുകയും ഹൈന്ദവ സമാജത്തിന് നേർക്കുണ്ടായ അപമാനകരങ്ങളായ കൈകടത്തലുകളെ സുശക്തമായി ചെറുക്കാൻ നേതൃത്വം നൽകുകയും എല്ലാം ചെയ്ത പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നവതി ദിനമാണിന്ന്. സ്വാമിജിയുടെ സ്ഥൂല ശരീരം നമ്മുടെ അടുത്തുനിന്ന് പോയി എങ്കിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 90 വയസ്സാകുമായിരുന്നു. ആ പൂജ്യപാദങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ പ്രണമിക്കട്ടെ. എത്രയോ വേദികൾ സ്വാമിജിയുമായി പങ്കുവച്ചു. വേദികളുടെ എണ്ണമൊന്നും പറയാൻ വയ്യ. എത്രയോ വേദികളിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായി. അതെല്ലാം തന്നെ പ്രത്യേകം ഊർജദായകങ്ങളായിരുന്നു. എങ്കിലൊരിക്കലും മറക്കാത്തൊരു സംഭവം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് ആ മഹാത്മാവിനെ സ്മരിക്കുന്നതിന് ഉചിതമാകുമെന്ന് തോന്നുന്നു. പരമപൂജ്യ പ്രകാശാനന്ദ സ്വാമികൾ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയായിരുന്ന, എന്നാൽ തൻ്റെ മുമ്പിൽ അരങ്ങേറുന്ന അന്യായം അംഗീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഉപവാസം ആരംഭിച്ചു. ആ ഉപവാസം കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കി. ആ സന്ദർഭത്തിൽ മാർഗദർശക മണ്ഡലം തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ആ യോഗാധ്യക്ഷൻ സ്വാഭാവികമായും മാർഗദർശക മണ്ഡല അധ്യക്ഷനായ സ്വാമിജിയായിരുന്നു, സത്യാനന്ദ സരസ്വതി സ്വാമികളായിരുന്നു. ആ യോഗത്തിൽ പല തീരുമാനങ്ങളും എടുത്തു. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല, സംഘടനാപരമായ വിഷയങ്ങളാണ്. എങ്കിലും അടിയന്തരമായി പ്രകാശാനന്ദ സ്വാമികളെ പോയി കാണണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ യോഗം പൂർത്തിയായതും നേരെ പ്രകാശാനന്ദ സ്വാമികളെ ദർശിക്കാൻ പോവുകയാണ്. സ്വാമിജിയെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിലാക്കിയിരിക്കുകയാണ്. യോഗം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്, സത്യാനന്ദ സരസ്വതി സ്വാമികൾ തൻ്റെ ബലിഷ്ഠങ്ങളായ കൈകളിൽ ഒന്നിനെ കൊണ്ട് ഇവിടെ മുറുക്കി പിടിച്ചു. ആ പിടി ഇപ്പോഴും ഓർമ്മിക്കുന്നു. കാറിൽ ഇരുന്നപ്പോഴും ആ പിടി വിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി, ആ പിടി വിട്ടില്ല. സ്വാമി വേഗതയിൽ നടക്കുകയാണ്. കൂടെ ഞങ്ങൾ കുറേ സന്യാസിമാരുണ്ട്. ഈ പിടുത്തം കാരണം ഞാനും കൂടെ നടക്കാൻ ബാധ്യസ്ഥനായി. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അന്ന് കൂടെ നടക്കില്ല. കാരണം അന്ന് ഞാൻ അത്ര സീനിയർ അല്ല, ഒരിക്കലും നടക്കില്ല. പക്ഷേ സ്വാമിയുടെ പിടുത്തം, മുറുക്കിയുള്ള പിടുത്തം ഉണ്ടല്ലോ. പ്രകാശാനന്ദ സ്വാമികൾ വസിക്കുന്ന മുറി, അതിനു ചുറ്റും നിറയെ പോലീസുകാർ. തീർച്ചയായിട്ടും സ്വാമിജിക്ക് സംരക്ഷണം കൊടുക്കണം, ചിലർ ആവശ്യമാണ്, അതിന് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എന്തോ ഒരു കുറ്റവാളിയെ ഇട്ട സെല്ലിന് പുറത്തുള്ളത് പോലെയാണ് അവിടെ
100-ലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്. ആ വാതിൽ അടച്ചിരിക്കുകയാണ്. വാതിലിന് ഇരുഭാഗത്തും 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഹൈ റാങ്കിലുള്ളവരാണെന്നറിയാം. ഡോറിനെ ചേർന്ന് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവിടെ തല ഉയർത്തിക്കൊണ്ട് ഒരൽപ്പവും വളയാതെ സ്വാമിജി അങ്ങോട്ട് നടക്കുകയാണ്. എന്തായിരിക്കും പ്രതികരണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു. പക്ഷെ അവരെല്ലാം മാറി വാതിൽ തുറന്ന് അകത്ത് കയറി. പ്രകാശാനന്ദ സ്വാമികളെ വന്ദിച്ച് നമസ്കരിച്ച് എല്ലാ ആദരവുകളോടും കൂടെ, എന്നാൽ ശക്തമായി ഈ ഉപവാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞേ മതിയാവൂ. ഇത് സന്യാസിമാരുടെ മൊത്തം തീരുമാനമാണ്. ഇതങ്ങ് അംഗീകരിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം സമാജം ഒറ്റയ്ക്ക് ചെയ്യാം എന്ന് പറയും. പരമപൂജ്യ പ്രകാശാനന്ദ സ്വാമികൾ അത് സ്വീകരിച്ചു. അങ്ങനെ ഉപവാസം അവസാനിപ്പിച്ചു. ഇത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു, എപ്പോഴും ദീപ്തമായി ഊർജ്ജദായകമായി നിൽക്കുന്ന ഒരു സംഭവമാണ്. ആ പ്രകാശാനന്ദ സ്വാമികളെയും ഇന്ന് നവതി ദിനമായ സത്യാനന്ദ സരസ്വതി സ്വാമികളെയും ഒരുപോലെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഇത് ഒരു പൊതുസമ്മേളനമല്ല. അതുകൊണ്ട് പൊതുസമ്മേളനത്തിൽ പറയേണ്ടുന്ന ഭാഷയിൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതിന് മുതിരുന്നുമില്ല. പൊതുസമ്മേളനം നമുക്ക് വൈകുന്നേരമാവാം. ഈ സന്യാസിമാരുടെ മാർഗദർശക മണ്ഡലത്തിൻ്റെ ധർമ്മ സന്ദേശയാത്ര ആലോചിച്ചു. പലവരും കൂടിയിരുന്ന് എങ്ങനെയൊക്കെ വേണം എന്ന് ചിന്തിച്ചു. അതിൽ പ്രധാനമായി 2 സമ്മേളനങ്ങൾ വേണമെന്നാണ് നിശ്ചയിച്ചത്. ഒന്ന്, അതത് ജില്ലയിലെ ഹിന്ദു നേതൃസമ്മേളനം. നേതൃസമ്മേളനത്തിൽ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാരെ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ ജില്ലയിൽ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വം, ആ ജില്ലയിൽ യോഗം, വേദം, പൂജ, തന്ത്രം, മന്ത്രം, ജ്യോതിഷം, വാസ്തു, സംഗീതം, നൃത്തം ഇത്യാദി പഠിപ്പിക്കുന്ന ആചാര്യന്മാർ, അതുപോലെ ആ ജില്ലയിൽ വ്യവസായ മേഖലയിലും മറ്റ് മേഖലകളിലും ഹൈന്ദവ സമാജത്തെ ഏതെങ്കിലും പ്രകാരത്തിൽ സ്വാധീനിക്കാൻ കെൽപ്പുള്ളവർ, അങ്ങനെയുള്ളവരുടെ സമ്മേളനമാണ് നേതൃസമ്മേളനത്തിൽ ഉദ്ദേശിച്ചത്. വൈകുന്നേരങ്ങളിൽ പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഭക്തന്മാരല്ല, പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുന്നു, ഭക്തജന സമ്മേളനം അല്ല അത് നമുക്ക് വേണ്ട. മറിച്ച് ഈ ധർമ്മത്തിൻ്റെ മഹിമയെ ആരുടെ മുമ്പിൽ വിളംബരം ചെയ്യണമോ അങ്ങനെയുള്ള ജനങ്ങളുടെ സമ്മേളനം വൈകുന്നേരങ്ങളിൽ. ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രം തന്നെ പത്മശ്രീ ബഹുമതി കൊടുത്ത് പുരസ്കരിച്ച ആദരിച്ച ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞോൽ മാസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സകുടുംബം അത് ഏറ്റവും സന്തോഷകരമായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ തന്നെയായിരുന്നു മലപ്പുറം ജില്ലയിൽ നേതൃസമ്മേളനത്തിൽ പത്മശ്രീ ബാലൻ പൂതേരി അദ്ദേഹം സദസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ പല സ്ഥലത്തും രാഷ്ട്രത്തിൽ തന്നെ ബഹുമാന്യരായ, പ്രോട്ടോകോൾ അനുസരിച്ച് നാം എല്ലാവരും ആദരിക്കേണ്ടുന്ന വ്യക്തികൾ
പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സമ്മേളനത്തിൻ്റെ സ്വഭാവം മാർഗദർശക മണ്ഡലത്തിൻ്റെ സന്യാസിമാർ അവരാണ് വേദിയിൽ, പിന്നെ സ്വാഗത സംഘം അധ്യക്ഷനും. ആ ഒരു തീരുമാനം കൊണ്ടാണ് അവർ സ്നേഹപൂർവ്വം ഇതിൻ്റെ ഭാഗമായി സദസ്സുകളിൽ ഇരിക്കുന്നത്. ഈ യാത്ര ആരംഭിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചപ്പോൾ മാർഗദർശക മണ്ഡലത്തിന് ഒരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല. ഇതെവിടെ നിന്ന് ആരംഭിക്കണം, എങ്ങനെ ആരംഭിക്കണം. ഏക അഭിപ്രായത്തിൽ തീരുമാനിച്ചു, സമീപകാല കേരളീയ നവോത്ഥാനത്തിൻ്റെ നായകനായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ക്ഷേത്രം മംഗളൂരു കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രമാണ്. ഇന്നത്തെ കണക്കിന് അത് കേരളമല്ല, കർണാടകമാണ്. പക്ഷെ കേരള കൊങ്കണങ്ങൾ ഒന്നായി ചേർന്നൊരു കേരള സങ്കല്പം നമുക്കുണ്ടല്ലോ. ആ സ്ഥാനത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ചു കൊണ്ടുവരണം, അതിനെ മുൻനിർത്തണം, അതിനെ എല്ലാ ജില്ലകളിലും എത്തിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച കുദ്രോളി ക്ഷേത്രത്തിൽ നിന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമാവില്ല. ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കുള്ള എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ബഹുവചനം ഉപയോഗിച്ചത്? കാരണം ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുവല്ല, ഹിന്ദു സന്യാസിയല്ല, മറ്റെന്തെല്ലാമൊക്കെയോ ആണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരുപാട് സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തകർ എന്തെല്ലാമോ ചെയ്ത് എന്തെല്ലാമോ പറഞ്ഞ് ഗുരുദേവ നിന്ദ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടുന്ന് 30-ലേറെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. അത് വെറുതെ അങ്ങോട്ട് കയറി പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയതല്ല, മറിച്ച് വൈദിക ശാസ്ത്രങ്ങളെ, കാവ്യം, അലങ്കാരം, മീമാംസ, വ്യാകരണം തുടങ്ങിയവയിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി ആശാനാവാനുള്ള യോഗ്യത കൈവരിച്ച് ആ പദത്തിലേക്ക് ഉയർന്നെങ്കിലും പരിപൂർണ വിരക്തനായി ആ വിരക്തിയുടെ പൂർണ്ണതയിൽ പരിവ്രജനം ചെയ്ത് അനേക മഹാത്മാക്കളുമായി സംഘം ചെയ്ത് ശിവരാജയോഗത്തിൻ്റെ അതിസൂക്ഷ്മ യോഗ സാധനകളുടെ അതിസൂക്ഷ്മമായ വേദാന്ത സപര്യയുടെ അതിതീവ്രമായ തപസ്സിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തി കൃതപ്രജ്ഞനായി എന്നിട്ട് സമാജത്തിലേക്ക് ഇറങ്ങി വരിക ചെയ്തത്. അല്ലാതെ അങ്ങ് പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയില്ല. അതിനുശേഷം ഒന്നൊന്നായി അരുവിപ്പുറത്ത് ആരംഭിച്ച പ്രതിഷ്ഠ ഈ കേരളത്തിലുടനീളം ക്ഷേത്രപ്രതിഷ്ഠകൾ ചെയ്ത് വേദാന്ത, യോഗ, മന്ത്ര, ശാസ്ത്രങ്ങളിൽ കൃതികൾ രചിച്ച് ഇന്നും അദ്വിതീയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സ്മൃതി ഗ്രന്ഥം രചിച്ച്, അതേറെ പേര് ചെയ്യാത്തതാണ്, വേദാന്ത സൂത്രങ്ങൾ രചിച്ച് ആശ്രമങ്ങൾ സ്ഥാപിച്ച് ആ ആശ്രമങ്ങളിൽ കർമ്മകാണ്ഡവും വേദാന്തവും ഒരുപോലെ പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ ചെയ്ത് പ്രവർത്തിച്ച മഹാപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച കുദ്രോളി ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് നാം സഞ്ചരിക്കുകയാണ്. അത്ഭുതകരമായ സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത്. അത്ഭുതകരമായ. കാരണം ഞങ്ങൾ ആരംഭിച്ച് കുദ്രോളിയിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ സമയം നിശ്ചയിച്ചതിനേക്കാൾ ഏറെ താമസിച്ചു. ഏറെ ഇരുട്ടിയിട്ടും നേരെ ചെന്നിട്ടും
ആയിരക്കണക്കിന് സജ്ജനങ്ങളാണ് തലപ്പാടിയിൽ സ്വീകരിക്കാൻ കാത്തുനിന്നത്. ഇടനീർ മഠാധിപതിയുടെയും യോഗാനന്ദ സരസ്വതി സ്വാമികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് സജ്ജനങ്ങൾ 2 മണിക്കൂറോളം താമസിച്ചിട്ടും ഈ സന്യാസി സംഘത്തെ കാണാനും സ്വീകരിക്കാനും കാത്തുനിന്നു. തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകൾ കടന്ന് ഈ ജില്ലകളിലൊക്കെയും 100 കണക്കിന് പേര് പങ്കെടുത്ത നേതൃസമ്മേളനവും അനേകായിരം പേര് പ്രത്യേകിച്ച് മലപ്പുറത്തും പാലക്കാടും തൃശ്ശൂരൊന്നും എത്രായിരം എന്ന് പറയാൻ വയ്യ, 10,000 കണക്കിനെന്ന് പറയാം. അത്രയും പേര് പങ്കെടുത്ത മഹാസമ്മേളനങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ യാത്ര എറണാകുളത്തെത്തിയത്. ഇവിടെ കൂടിയവരുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒന്ന് സൂചിപ്പിക്കട്ടെ, കേരളത്തിലെ എല്ലാ സന്യാസ ആശ്രമങ്ങളും, അത് ശ്രീരാമകൃഷ്ണ മഠമായാലും ശാരദാ മഠമായാലും ശിവഗിരി മഠമായാലും ചിന്മയ മിഷൻ ആയാലും മാതാ അമൃതാനന്ദമയ മഠമായാലും സംബോധ് ഫൗണ്ടേഷൻ ആയാലും ശിവാനന്ദാശ്രമമായാലും നിത്യാനന്ദാശ്രമമായാലും ദയാനന്ദാശ്രമമായാലും ഇനി ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുന്ന ആചാര്യന്മാരുടെ വ്യത്യസ്തങ്ങളായ മഠങ്ങളായാലും എല്ലാം, തീർത്ഥപാദാശ്രമമായാലും, പേര് പറയുമ്പം പലതും വിട്ടുപോവുക എന്ന ദോഷം സംഭവിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഈ കാര്യമൊക്കെ പറഞ്ഞ് ശാന്തിഗിരി ആശ്രമത്തിലൊക്കെ ചെന്നപ്പോൾ ലഭിച്ച സ്വീകരണം വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ആർട്ട് ഓഫ് ലിവിങ്, ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം, എല്ലാവരുടെയും പങ്കാളിത്തവും ഊർജ്ജസ്വലതയും വാക്കുകൾക്കപ്പുറത്താണ്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ചേർച്ച അനിവാര്യമാണെന്ന ബോധം എല്ലാവരിലും വന്നിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സന്യാസിമാരും, അവിടെ ഇന്നാളെന്നില്ല, എല്ലാവരും ഒരുപോലെ സമാജത്തിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും. പണ്ട് കാലത്തൊക്കെ പറയുമായിരുന്നു, സന്യാസിമാർ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വരണം, സമാജത്തിൽ പ്രവർത്തിക്കണം. ഇന്ന് ആരെങ്കിലും അങ്ങനെ പറഞ്ഞത് കേട്ടാൽ എന്താ അവരെ ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പോകും. കാരണം ഒരു സന്യാസി പോലും ഒരല്പവും വിശ്രമിക്കാതെ നമ്മുടെ സമാജത്തിൽ പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്, ഇതെല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കും. ഇവിടെ ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ചിദാനന്ദപുരി സ്വാമിയുടെ സംഭാഷണമല്ല, അങ്ങനെ ആരും ധരിക്കരുത്. ഞങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് ഒന്ന് ഹൈന്ദവ സമാജത്തിന് ചില മാർഗദർശനങ്ങൾ നൽകണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു യാത്ര. നമ്മുടെ സമാജത്തെ ശക്തമായി എല്ലാ പ്രകാരത്തിലും കരുത്തുറ്റതായി മുന്നോട്ട് നയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇത് പൊതുസമാജത്തെ പറയുന്നതല്ല, സംഘടനാ പ്രവർത്തകരായതുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്ന ഈ എറണാകുളം കരയോഗം ഒട്ടനവധി സേവാ പ്രവർത്തനങ്ങൾ നമ്മുടെ സമാജത്തിൽ ചെയ്യുന്നതാണ്. ഒട്ടനവധി, വ്യക്തിപരമായിട്ട് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വളരെ മാതൃകാപരമായിട്ട് എറണാകുളത്ത് കേന്ദ്രീകരിച്ചത് പ്രവർത്തിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ പ്രസ്ഥാനങ്ങളും ഓരോരുത്തർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളും നമ്മുടെ സമാജത്തെ ശക്തമാക്കുന്നതിന്, എല്ലാ പ്രകാരത്തിലും ശക്തമാക്കുന്നതിന് ഒത്തൊരുമിച്ച് പരിശ്രമിക്കുക. 2, ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പരസ്പരം സഹകരിച്ച് നമ്മുടെ ഒരു ചിന്ത പോലും, ഒരു വാക്ക് പോലും, ഒരു പ്രവൃത്തി പോലും ഭിന്നതയുടെ സ്വരം വരാതെ, അത് വളരെ പ്രധാനമാണ്. കാരണം വ്യക്തിക്ക് അഹങ്കാരമുള്ളതുപോലെ സംഘടനകൾക്കും അഹങ്കാരങ്ങളുണ്ട്. ഓർഗനൈസേഷണൽ ഈഗോ എന്നോട് പറയുന്നു. ആ ഓർഗനൈസേഷണൽ ഈഗോ നമ്മളെ ബാധിക്കാതെ നാം ഒന്നിച്ചു നിന്ന് ഒന്നിനു വേണ്ടി പ്രവർത്തിക്കേണ്ട കാലമാണിത് എന്ന തിരിച്ചറിവോട് കൂടി വേണം പ്രവർത്തിക്കേണ്ടത്. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നവീന സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്യുന്ന നവീന സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കണം, വിവേകത്തോടു കൂടി. അതിനെ പ്രത്യേകിച്ച് വാട്സാപ്പ് എന്നോ ഇൻസ്റ്റാഗ്രാം എന്നോ അല്ലെങ്കിൽ യൂട്യൂബ് എന്നോ ഫേസ്ബുക്ക് എന്നോ ട്വിറ്റർ എന്നോ, ട്വിറ്റർ പോയി ഇപ്പോൾ എക്സാണ് എന്നൊന്നും പറയുന്നില്ല. ഭാരതീയമായ അരട്ടയോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഏത് തന്നെയാണെങ്കിലും ഇതൊക്കെ സമർത്ഥമായി ഹൈന്ദവ ഏകതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ലാതെ ഭിന്നതയുടെ ഒരു ശബ്ദം പോലും പുറത്തു വരാതെ, ഏതെങ്കിലും സംഘടനയെക്കുറിച്ചോ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുക എന്നല്ലാതെ ഒരു ഭിന്നതയുടെ ശബ്ദമുണ്ടാവാത്ത രീതിയിലായിരിക്കണം നമ്മുടെയൊക്കെ പ്രവർത്തനം. ഇത് പറയാൻ കാരണം, ഈ വിഷയത്തിൽ വേണ്ട ജാഗ്രത പലപ്പോഴും നമ്മുടെ സമാജത്തിൽ പുലർത്തപ്പെടുന്നില്ല. നമ്മുടെ സമാജം എന്നതുകൊണ്ട് വ്യക്തമായി ഹൈന്ദവ സമാജമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം പൊതുവിഷയം പറയേണ്ടതല്ല ഈ വേദി. ഇത് വ്യത്യസ്ത ഹൈന്ദവ സാമാജിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഒത്തുചേർന്ന വേദിയാണ്. അതുകൊണ്ട് ഇന്നത്തെ നവീന സമൂഹ മാധ്യമങ്ങളെ നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിക്കണം. പക്ഷേ ഒരു കാരണവശാലും ആധികാരികമായി അറിയാത്തത് നമ്മൾ പ്രചരിപ്പിച്ച് ഭിന്നത ഉണ്ടാവരുത്. നമ്മുടെ മുഴുവൻ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒന്നിനായിരിക്കണം. വേദം 1552 മന്ത്രങ്ങളുള്ള ഋഗ്വേദ സംഹിതയുടെ ഒടുവിൽ പറഞ്ഞത് സംഗച്ഛധ്വം സംവദധ്വം എന്നാണ്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. അതുകൊണ്ട് നമ്മൾ സാമുദായിക സംഘടനകളുടെ പ്രവർത്തകരാണോ? ഞാൻ ഈഴവരാണോ? ഞാൻ നായരാണോ? ഞാൻ തീയരാണോ? ഞാൻ ചെറുമരാണോ? ഞാൻ പുലയരാണോ? ഞാൻ പാണരാണോ? ഞാൻ പറയരാണോ? ഞാൻ നമ്പീശനാണോ? ഞാൻ നമ്പൂതിരിയാണോ? ഇനി വാരരോ മാരാരോ എന്തോ ആണോ ആവട്ടെ. ഞാൻ ആശാരിയോ മൂശാരിയോ ആരോ ആണോ ആവട്ടെ. അതത് സമുദായത്തിൻ്റെ ഉപാസനകളിൽ നമ്മൾ വ്യാപരിക്കണം. അതത് സമുദായം പുലർത്തിപ്പോന്ന ആരാധനാ രീതികളെ ബഹുമാനിക്കണം, പാലിക്കണം. പക്ഷേ ഒന്നോർമ്മിക്കണം, ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. ഹിന്ദു ഇല്ലെങ്കിൽ ഹിന്ദു നായരില്ല, ഹിന്ദു ഇല്ലെങ്കിൽ ഹിന്ദു ഈഴവരില്ല,
ഹിന്ദു ഇല്ലെങ്കിൽ ഹിന്ദു തീയരില്ല, ഹിന്ദു ഇല്ലെങ്കിൽ ഹിന്ദു പറയരോ, ഹിന്ദു ചെറുമരോ പുലയരോ നമ്പൂതിരിയോ വട്ടതിരിയോ ഒന്നുമില്ല. എന്തുണ്ടാവണമെങ്കിലും ഹിന്ദു എന്ന തായ് പേര് വേണം. അതുകൊണ്ട് നമ്മുടെ സാമുദായിക സംഘടനാ പ്രവർത്തനം ശക്തമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഹിന്ദു എന്ന പൊതു അടിത്തറയെ പോഷിപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിനെ ഇങ്ങനെ അല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ ചുറ്റുപാട് ശക്തമായി നടക്കുന്നു. ചിലപ്പോ ഒരു കോളേജ് തന്നിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു സ്കൂൾ തന്നിട്ടായിരിക്കും, ചിലപ്പോൾ സ്കൂളിൽ +1 +2 അനുവദിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഗ്രാൻഡ് അനുവദിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസോ ആശ്രമോ നന്നാക്കി തരാനുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടായിരിക്കും. ഏതെല്ലാം രീതിയിൽ പൂതനമാര് വരുമെന്നറിയില്ല. പൂതനപി ആകർഷയതീതി പൂതന. പൂതന്മാരെ, പരിശുദ്ധന്മാരെ പോലും ആകർഷിക്കുന്നവളാണ് പൂതന. ആ പൂതന വന്നപ്പോ വ്രജത്തിലെ അമ്മമാർക്ക് മനസ്സിലായില്ല ഇത് ആരെന്ന്. വിലാസവതിയായിരുന്നു അവള്. പിഞ്ചു കുഞ്ഞിനെ അങ്ങ് എടുത്തു കൊടുക്കുകയാണ് താലോലിക്കാൻ. അവളുടെ ഉദ്ദേശ്യം മുല കൊടുത്തു കൊല്ലാനായിരുന്നു. വ്രജത്തിൽ ആരും അറിഞ്ഞില്ല, ഒരാൾ ഒഴിച്ച്. ഒരാൾ അറിഞ്ഞു, ഇത് മുല കൊടുത്ത് കൊല്ലാൻ വന്നവൾ, അതുകൊണ്ട് അവളെ മുല കുടിച്ചു കൊന്നു. വേണമെങ്കിൽ ഭഗവാനെ ഞെക്കി കൊല്ലാമായിരുന്നു, ഇടിച്ചു കൊല്ലാമായിരുന്നു, സങ്കല്പം കൊണ്ട് കൊല്ലാമായിരുന്നു, കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലാമായിരുന്നു, ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്തില്ല. മുല കൊടുത്തു കൊല്ലാൻ വന്നവളെ മുല കുടിച്ചു കൊന്നു. യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന് പിന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ജാഗ്രതയായിരിക്കണം നമ്മുടെ സമാജം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം അത് കാലികമായി ഭരണം കൈയാളുന്നവര് വിശിഷ്യ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഈ കേരളം ഒരു വിശേഷപ്പെട്ട ഭൂമിയാണ്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഭിന്നമായ വ്യക്തിത്വം കേരളത്തിനുണ്ട്. കേരളം ഒന്ന് വിശേഷം തന്നെയാകട്ടോ. തെറ്റ്. ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിനും തനത് വിശേഷങ്ങളുണ്ട്. തമിഴ്നാടിന് അതിൻ്റെ വിശേഷങ്ങളുണ്ട്, കർണാടകത്തിന് അതിൻ്റെ വിശേഷങ്ങളുണ്ട്, ആന്ധ്രയ്ക്ക് അതിൻ്റെ വിശേഷങ്ങളുണ്ട്, ഗുജറാത്തിന് അതിൻ്റെ വിശേഷങ്ങളുണ്ട്. എല്ലാ പ്രദേശത്തിനും തനത് വിശേഷങ്ങളുണ്ട്. പക്ഷെ ആ വിശേഷങ്ങളെല്ലാം കൂടിച്ചേരുന്ന സാമാന്യമാണ് ഭാരതം. എൻ്റെ കൈക്ക് കയ്യിൻ്റെ വിശേഷമുണ്ട്, അതിന് കാലിൻ്റെ പണി ചെയ്യാൻ കഴിയില്ല. കാലിന് കാലിൻ്റെ വിശേഷമുണ്ട്, അതിനൊട്ട് കയ്യിൻ്റെ പണി ചെയ്യാനും കഴിയില്ല. തലയ്ക്ക് തലയുടെ വിശേഷമുണ്ട്, വയറിന് വയറിൻ്റെ വിശേഷമുണ്ട്. പക്ഷെ ഇതെല്ലാം ചേർന്നതാണ് ഞാനെന്ന് പറയുന്ന സംഘാതം. ചേതനയല്ല, സംഘാതം. ആ സംഘാതത്തെ ഞാനാകുന്ന ജീവൻ ചൈതന്യവത്താക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇതുപോലെ ഒരു സവിശേഷതയുമില്ല. ഒന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ, കേരളത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന പുഴ കേരളപ്പുഴയോ പാലക്കാട് പുഴയോ അല്ല, അത് ഭാരതപ്പുഴയാണ്. അത് മാത്രം ഓർമ്മിച്ചാൽ മതി. കേരളത്തിന് തനത് വിശേഷമൊന്നുമില്ല. വേദവും തന്ത്രവും ശാക്തേയവും ശൈവവും വൈഷ്ണവവും ഗാണപത്യവും എല്ലാം എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായതുപോലെ തന്നെ ഇവിടെയും ശക്തമായിരുന്നു. വ്യത്യസ്ത ദേവത ആരാധനകൾ വനമേഖലകളിലായാലും കടലോരങ്ങളിലായാലും മധ്യമേഖലയിലായാലും ഇവിടെ നിലനിന്നിരുന്നു. കാവുകളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ള ഉപാസന ഈ കേരളത്തിൽ ശക്തമായിരുന്നു. നാഗാരാധനയായാലും
പ്രബലമായിരുന്നു. ഒരു വിശേഷമില്ല. ചിന്തിക്കുക. നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന എറണാകുളം, ഈ എറണാകുളത്ത് അപ്പൻ്റെയും പൂർണ്ണത്രയീശൻ്റെയും ചോറ്റാനിക്കര അമ്മയുടെയും അതുപോലെ ഒട്ടനവധി ശക്തിമത്തായ ദേവതാ സങ്കേതങ്ങളുടെ ഭൂമിയാണ്. ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അദ്വൈതാശ്രമം സ്ഥാപിക്കാൻ സ്ഥലം കണ്ടത്. ഇവിടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ വലിയൊരു സാമാജിക മുന്നേറ്റം ഉണ്ടാക്കിയത്. അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒട്ടനവധി വീരന്മാരുടെ ധർമ്മജാഗരണത്തിന് കാരണഭൂതന്മാരായ മഹാപുരുഷന്മാരുടെ പ്രദേശം, ലോകം മുഴുവൻ വേദാന്തം പ്രചരിപ്പിക്കുന്നതിൽ അദ്വിതീയമായ പ്രവർത്തനം ചെയ്ത ചിന്മയാനന്ദ സ്വാമികളുടെ എന്നല്ല, ഗുരുപരമ്പരയിൽ അനാദിയും അനന്തവുമാണ് ഗുരുപരമ്പര. അതിന് ആരംഭമോ അവസാനമോ ഇല്ല. അത് സദാശിവനിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞാലും നാരായണനിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ ഗുരുനാഥനിൽ എത്തി നിൽക്കുന്നു ഓരോ തലമുറയും പറയുമ്പോൾ അത് നീണ്ടു പോകുന്നതാണ്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ശങ്കരാചാര്യരെയാണ് വാഴ്ത്തുന്നത്. ആ ഭഗവാൻ ഭാഷ്യകാരൻ്റെ ജന്മഭൂമിയാണിത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്തിൻ്റെ മഹിമ എത്രയാണ്. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, സ്വന്തം ചരിത്രബോധമുള്ള ഒരു സമാജത്തിന് മാത്രമേ, സ്വന്തം ചരിത്രത്തിന്റെ മഹിമാബോധമുള്ള ഒരു സമാജത്തിന് മാത്രമേ നിലനിൽക്കാനും വളരാനും സാധിക്കൂ. രണ്ട്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ അധികാരമുള്ളൂ. ചരിത്രം കഴിഞ്ഞു പോയതല്ലേ, അതെന്തിന് ഇപ്പൊ പറയുന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രമാണ് നമ്മളെ ചാരിത്രവാന്മാരാക്കുന്നത്. നമ്മൾ ചാരിത്രവാന്മാരായാൽ മാത്രമേ നമ്മൾ പൗരന്മാരാകൂ. വോട്ട് ചെയ്താൽ പൗരനാവില്ല. വോട്ട് ചെയ്യേണ്ടെന്നാൽ എല്ലാവരും വോട്ട് ചെയ്യണം. എല്ലാവരും വോട്ട് ചെയ്യണം. ഒരു ഇലക്ഷൻ വിട്ടുപോകാതെ ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യണം, അത് വേറെ വിഷയം. പക്ഷേ വോട്ട് ചെയ്തുകൊണ്ട് പൗരനാവില്ല. വോട്ടിംഗ് റൈറ്റ് ലഭിച്ചത് കൊണ്ടും പൗരനാവില്ല. പൗരനാവണമെങ്കിൽ ചാരിത്രവാനാവണം. ചാരിത്രവാനാവണമെങ്കിൽ ചരിത്രബോധം വേണം. ചരിത്രത്തിൽ നിന്ന് അനുഭവ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതിൽ നമ്മുടെ മഹിമാബോധവും വേണം. എങ്ങനെയൊക്കെ നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന ബോധവും വേണം. മഹിമ കൂടുതൽ കൂടുതൽ വളർത്തപ്പെടണം. വഞ്ചിക്കപ്പെട്ടത് പിന്നെ ആവർത്തിക്കരുത്. ഏതായാലും ഇവിടെ ഈ ഒരു സമ്മേളനത്തിൽ, അതായത് ഹിന്ദു നേതൃ സമ്മേളനത്തിൽ വലിയ പ്രസംഗമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അടിസ്ഥാനമായ ചില ആശയങ്ങളെ സൂചിപ്പിച്ച് അനന്തരം ആശയങ്ങൾ കൈമാറുകയാണ്. ഇവിടെ കൂടിയ ഹിന്ദു നേതൃ പ്രവർത്തകർക്ക് ആശയങ്ങളെ പ്രകടമാക്കാം. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആശയങ്ങൾ പ്രകടമാക്കുന്നത് ചുരുങ്ങിയ ഭാഷയിലായിരിക്കണം. വലിയ വിസ്തൃതമായിട്ടുള്ള ആശയ പ്രകടനമാണെങ്കിൽ അത് എഴുതി തരിക. അത് മാർഗദർശക മണ്ഡൽ തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വയ്ക്കും. ഹ്രസ്വമായ ഭാഷയിൽ ഇവിടെ പറയാം. അതുപോലെ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറയും. അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിന് മറുപടി തരാൻ കഴിയുമെങ്കിൽ അവർ തരും. ആ രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ ഒന്ന് മാത്രം പറയട്ടെ. നേരത്തെ നമ്മുടെ ഏകതയെക്കുറിച്ച് പറഞ്ഞു.
അതുപോലെ പ്രധാനമാണ് നമ്മുടെ സമാജത്തിൻ്റെ സാമ്പത്തിക ഭദ്രത. നമ്മുടെ സമാജത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ ആവുന്നത് എല്ലാവരും പരിശ്രമിക്കണേ. നിങ്ങൾ ഏത് സംഘടനയിൽപ്പെട്ടവരാണോ ഓണത്തിനോ വിഷുവിനോ എന്തെങ്കിലും കിറ്റ് കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. അത് ഫോട്ടോ എടുക്കാം, കൊടുക്കാം, പ്രചരിപ്പിക്കാം, ഒക്കെ ചെയ്യാം. എന്നാൽ നമ്മുടെ സമാജത്തിൽ സമൂലമായ പരിവർത്തനം വരുത്തുന്ന രീതിയിൽ വ്യവസായ സംരംഭകരെ വളർത്താൻ, ഇനി ഒറ്റയ്ക്കല്ലാച്ച കൂട്ടുത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായ സംരംഭകരെ വളർത്താൻ, ചെറിയ ചെറിയ കച്ചവടങ്ങൾ തുടങ്ങാൻ. ചെറിയ കച്ചവടങ്ങൾക്ക് ഒരുപാട് സാധ്യതയുണ്ട്. ചിലർ പറയുന്നു മാളുകളുടെ ഒരു തള്ളിക്കയറ്റത്തിൽ ചെറിയതിന് സ്ഥാനമില്ല എന്ന്. തെറ്റിദ്ധാരണയാണ്. ഒരു 5 കിലോമീറ്റർ ഇടവിട്ട് കരിക്ക് കച്ചവടക്കാർക്ക് 8,000, 9,000, 10,000 രൂപ വരെ പ്രതിദിനം വരവുണ്ട്. അത്തറ് കച്ചവടക്കാർ, നല്ല ഒന്നാന്തരം അത്തറ് ഒരു 6 മണിക്കൂർ കച്ചവടം ചെയ്യാൻ തയ്യാറായാൽ മതി. നല്ല വർണ്ണ വെളിച്ചമൊക്കെ ഇട്ട് ആകർഷണീയമാക്കണം. റോഡ് സൈഡിൽ പ്രത്യേക റൂം തന്നെ വേണ്ട. ഒരു മേശ മതി, ഒരു പെട്ടി മതി. ആ പെട്ടിയിൽ അത്തറ് കൊണ്ടുപോയിട്ട് മേശപ്പുറത്ത് നിരത്തി വെച്ചാൽ മതി. ഒക്കെ മടക്കി കൈ പിടിക്കാവുന്ന മേശ ഇന്ന് കിട്ടും. ഫൈബറിൻ്റെതിന് വെയിറ്റ് ഇല്ല, ഒന്നുമില്ല. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. ഒരു 20,000 രൂപ മുതൽ മുടക്കുണ്ടെങ്കിൽ സുഖമായിട്ട് ആയിരങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കാം. അറിയാത്തത് പറയുന്നില്ല, അറിയുന്നതേ പറയുന്നുള്ളൂ. ഒരുപാട് സ്കീമുകൾ ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ ഒന്ന് നേതൃത്വം വഹിച്ച് പൂവ്, പഴങ്ങൾ, പച്ചക്കറികൾ, ഇറച്ചിക്കുള്ള കോഴി, ഇങ്ങനെയുള്ളവ കച്ചവടത്തിനുള്ള സംവിധാനം ചെയ്താൽ 1-2 പേർക്ക് നല്ല വ്യവസായം ഒരു 5 കിലോമീറ്റർ ഇടപെട്ടുണ്ടാവും. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സ്വാമി ഇതിനെ കോഴീൻ്റെ കച്ചവടത്തിൻ്റെ പറയുന്നത്. ഏറ്റവും ലാഭമുള്ള പരിപാടിയാണ്. ഞാൻ അവരോട് ചോദിക്കും, നീ പോയി കടിച്ചു വലിച്ച് തിന്നാറുണ്ടോ? അതുണ്ട് സ്വാമി. തിന്നാമെങ്കിൽ പിന്നെ വിറ്റൂടെ? ചിന്തിക്കുക. ഒന്നേ പറയാനുള്ളൂ, വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ സമാജം സമ്പന്നമാണ്. സ്വയം പര്യാപ്തതയിലേക്ക് ഉയരണം. ഇന്ന് ലോകത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ വികാസത്തിൻ്റെ ആ ഒരു ഗതി പഠിച്ചാൽ മനസ്സിലാവും, നമ്മുടെ തൊഴിൽ മേഖല മുഴുവൻ മറിയും ഒരു 5-6 കൊല്ലം കൊണ്ട്. ഇന്ന് നമ്മൾ IT മേഖലയൊക്കെ വലിയ പൊട്ടിഘോഷിക്കണതൊക്കെ മാറ്റം വരും. പത്ത് പേര് ചെയ്യുന്ന ജോലിക്ക് ജസ്റ്റ് ഒരാൾ നോക്കിയിരുന്നാൽ മതി എന്നുള്ള അവസ്ഥ വരും. ഒരു 10 ഓർത്തോപെഡിക് സർജൻ ചെയ്യുന്ന സർജറി ജസ്റ്റ് സ്ക്രീനിൽ നോക്കി ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥ വരും. ഇപ്പോൾ തന്നെ റോബോട്ടിക് സർജറി തുടങ്ങി കഴിഞ്ഞു, വ്യാപകമായി കഴിഞ്ഞു. എന്നല്ല, നമ്മുടെ കേരളത്തിലുള്ള എറണാകുളം, കോഴിക്കോട്, ആവർത്തിക്കുന്നു, എറണാകുളം, കോഴിക്കോടുള്ള മിക്ക വലിയ പ്രസിദ്ധങ്ങളായ ഹോസ്പിറ്റലുകളുടെയും മേജർ ഷെയറുകൾ അമേരിക്കൻ കമ്പനികൾ മേടിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ മുഴുവൻ മേജർ ഷെയർ ഇപ്പോൾ അമേരിക്കൻ കമ്പനികളാണ്. പേര് പഴയത് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എറണാകുളത്തും. മാനുഷികത എന്നുള്ളത് ഏതാനും കൊല്ലം കൊണ്ട് ഇല്ലാണ്ടാവും. അപ്പൊ ഭാവിയിലേക്ക് നമ്മുടെ കുട്ടികളെ കാലത്തിനനുസരിച്ച് പാകപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും. ഏത് മേഖലയിലായാലും. അതുകൊണ്ട് സംഘടനാ പ്രവർത്തകർ ശ്രദ്ധിക്കുക, നമ്മുടെ സമാജം നിലനിൽക്കണമെങ്കിൽ അത് സാമ്പത്തിക ഭദ്രതയുള്ളതാണ്.
നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു അപരാധം, പ്രത്യേകിച്ച് ആധ്യാത്മിക പ്രഭാഷകന്മാർ സമൂഹത്തെ പഠിപ്പിച്ചു, പണം ആഗ്രഹിക്കരുത്. എന്തിനാ പണമൊക്കെ? പണം ആഗ്രഹിക്കരുത്. വേദവിരുദ്ധമാണത്. വേദം നമ്മളോട് പറഞ്ഞത് ധാരാളം സമ്പത്ത് വേണമെന്ന് ചെറുപ്പത്തിലെ സങ്കല്പിക്കാനാണ്. അതുകൊണ്ട് യജുർവേദത്തിൽ എനിക്ക് ആന വേണം, കുതിര വേണം, സ്വർണം വേണം, രത്നം വേണം, വെള്ളി വേണം, പട്ടുവസ്ത്രം വേണം, പരുത്തി വസ്ത്രം വേണം, കമ്പിളി വസ്ത്രം വേണം എന്നിങ്ങനെ വേണം 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 വേണമെന്ന് 300 ചില്ലാൻ പ്രാർത്ഥനകൾ ചെയ്തു. ഓരോ ദിവസത്തേക്കും ഒരു പ്രാർത്ഥനയുണ്ട്. അനധ്യായ ദിവസം ഒഴിവാക്കിയാൽ. അതെ, അങ്ങനെ പ്രാർത്ഥിച്ചവർക്ക് അലസന്മാരായി, മന്ദന്മാരായി, മടിയന്മാരായി കഴിയാൻ പറ്റില്ല. അവിടെ ഇവിടെ ഇരുന്ന് ഈ മൊബൈൽ ഞെക്കി ഒരു പണിക്കും പോകാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് എന്നോട് ചോദിച്ചത്, നിങ്ങൾക്കിത് പറയാൻ എന്താ അധികാരം? നിങ്ങളൊരു സോഷ്യൽ പാരസൈറ്റ് അല്ലേ, പണിയെടുക്കാണ്ട് ജീവിക്കുന്ന ആളല്ലേ? ഞങ്ങൾ ഒരല്പം വിശ്രമിക്കുന്നില്ല. ദേഹത്തിന് അത്യാവശ്യം വേണ്ട വിശ്രമം പോലും കൊടുക്കാതെയാണ് പണിയെടുക്കുന്നത്. അതെ, ഒരാള് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കുക എന്ന് വിചാരിച്ചോളൂ, 1 മണിക്കൂർ കൊണ്ട് അയാൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു അധ്യാപകനോ ഒരു സൈക്കോളജിസ്റ്റോ 24 മണിക്കൂർ പണിയെടുത്താലും അയാളുടെ പ്രോഡക്റ്റ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രോഡക്റ്റ് കാണണമെന്നുള്ളവർ കാത്തിരുന്ന് കാണാനേ പറ്റൂ. ചട്ടമ്പിസ്വാമി തിരുവടികളായാലും, ഇനി അതിനു മുമ്പ് അയ്യ വൈകുണ്ഠസ്വാമികളായാലും, തൈക്കാട്ട് അയ്യാവായാലും, ശ്രീനാരായണ ഗുരുദേവനായാലും, ശുഭാനന്ദ ഗുരുദേവനായാലും, വേദഗുരു സദാനന്ദ സ്വാമികളായാലും, പണ്ഡിറ്റ് കറുപ്പനായാലും, വേലായുധൻ പണിക്കരായാലും, മന്നത്ത് പത്മനാഭനായാലും, മഹാത്മാ അയ്യങ്കാളിയായാലും, അങ്ങനെ ഒരു പരമ്പര, കൊടുങ്ങല്ലൂർ കുഞ്ഞുകൂട്ടൻ തമ്പുരാനായാലും, പറയുമ്പോൾ പലരും വിട്ടുപോവുക, ബ്രഹ്മാനന്ദ ശിവയോഗിയായാലും, വാഗ്ഭടാനന്ദ ഗുരുവായാലും, അവരൊക്കെ ചെയ്ത പ്രവർത്തനം ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല. എന്താ ഇതിന്റെ ഫലം? ഇതാ കാണിച്ചു തരൂ. അവരെത്ര കപ്പ വെച്ചു, അല്ലെങ്കിൽ എത്ര റബ്ബർ വെച്ചു, എത്ര പ്ലാവ് വെച്ചു എന്ന് വെച്ചാൽ കാണിക്കാൻ പറ്റില്ല. എത്ര കല്ല് പടുത്ത് കെട്ടി കാണിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്, ഇന്നിവിടെ ഹിന്ദുവായി ജീവിക്കുന്നത്. ഒരു സംശയമില്ലാതെ പറയാം. അതുകൊണ്ട് ശക്തമായി ഏകതയോടുകൂടി നമ്മുടെ സമാജത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുക.